നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. 2026 സമ്പൂർണ്ണ നക്ഷത്ര ഫലങ്ങൾ നാം അവതരിപ്പിച്ചു കഴിഞ്ഞു. എന്നിരുന്നാലും ഓരോരോ പ്രത്യേക വിഷയത്തിൽ 2026 ഓരോ രാശിക്കൂറുകാർക്കും എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളത് നിരവധിയായിട്ടുള്ള ആൾക്കാർ ചോദിക്കുന്ന ചോദ്യമാണ്. നിങ്ങളുടെ അറിവിലേക്കായിട്ട് അത്തരം വിഷയങ്ങൾ അവതരിപ്പിച്ചു വരികയാണ്. ഇന്നത്തെ വീഡിയോയിൽ നാം അതുകൊണ്ട് തന്നെ നമ്മളുടെ ജീവിതത്തിൽ അതിപ്രധാനമായിട്ടുള്ള ആരോഗ്യത്തിന്റെ കാര്യമാണ്. 12 രാശിക്കൂറുകാരുടെയും അഥവാ അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രക്കാരുടെയും ആരോഗ്യപരമായിട്ടുള്ള അവസ്ഥ ഒന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യം നമുക്ക് മേടക്കൂറുകാരുടെ ഫലത്തെ പറയാം. മേടക്കൂറിൽ വരുന്നത് അശ്വതി, ഭരണി, കാർത്തിക എന്നീ നക്ഷത്രങ്ങളാണ്. മേടക്കൂറുകാരെ സംബന്ധിച്ച് ശനി 12-ലുണ്ട്. 7 ശനി കാലമാണ്. 6-ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ വർഷം മുഴുവൻ സമ്മിശ്രമായിട്ടുള്ള ഫലത്തെയാണ് നൽകുക. 6-ാം ഭാവത്തിലേക്ക് ശനിയുടെ ദൃഷ്ടിയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അലസത മൂലം ആരോഗ്യകാര്യത്തിൽ കോട്ടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും ശനി ഭാഗ്യ കർമാധിപനാണ്. ശ്രദ്ധിക്കുന്ന പക്ഷം ആരോഗ്യത്തെ മെച്ചപ്പെടുത്തിയെടുക്കാനും സാധിക്കും. അതുകൊണ്ട് ശ്രദ്ധ ചെലുത്തുക. ആരോഗ്യകാര്യത്തിൽ അലംഭാവം ഉണ്ടാകാതിരിക്കുക. ജന്മരാശ്യാധിപനായിട്ടുള്ള ചൊവ്വ ഏകദേശം വർഷം മുഴുവൻ അനുകൂല സ്ഥിതിയിലാണ്. അതുകൊണ്ട് തന്നെ ശ്രദ്ധ വയ്ക്കുകയാണെങ്കിൽ മേടക്കൂറുകാരെ സംബന്ധിച്ച് ആരോഗ്യം നല്ലതാക്കി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് വർഷം മുഴുവൻ നിലനിർത്താൻ സാധിക്കും. ഇനി നമുക്ക് ഇടവക്കൂറുകാരുടെ 2026 ആരോഗ്യപരമായിട്ടുള്ള അവസ്ഥയൊന്ന് പരിശോധിക്കാം. ഇടവക്കൂറിൽ വരുന്നത് കാർത്തികയുടെ 1/4 ഭാഗം, രോഹിണി, മകേരത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. ഇടവക്കൂറുകാർക്ക് ജന്മരാശ്യാധിപനായിട്ടുള്ള ശുക്രൻ വർഷം മുഴുവൻ ഏതാണ്ട് സമ്മിശ്രമായിട്ടുള്ള ഫലത്തെയാണ് നൽകുന്നത്. വർഷാരംഭത്തിൽ ശുക്രന് വ്യാഴത്തിന്റെ ദൃഷ്ടിയുണ്ട്. പലപ്പോഴും 6-ാം ഭാവാധിപൻ കൂടിയാണ് ശുക്രൻ. അതുകൊണ്ട് തന്നെ അവനവന്റെ ശ്രദ്ധ പോലെ ഇരിക്കും ആരോഗ്യ കാര്യങ്ങൾ. 6-ാം ഭാവത്തിലേക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടി ജൂൺ 2-ാം തീയതി വരെ ഉണ്ടാകും. എന്നാൽ അതിനുശേഷമുള്ള അവസ്ഥ സ്വയമേവ സംരക്ഷിക്കേണ്ടതാണ്. അതായത് ജൂൺ 2-ന് ശേഷം വ്യാഴത്തിന്റെ ദൃഷ്ടി ഒഴിവാകുന്നതുകൊണ്ട് തന്നെ അലസത ബാധിക്കാനും അത് ആരോഗ്യത്തെ പ്രകടമായി ബാധിക്കാനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ ജൂൺ 2-ന് ശേഷം വർഷത്തിന്റെ 2-ാം പകുതിയിൽ ഇടവക്കൂറുകാർ ആരോഗ്യകാര്യത്തിൽ പൊതുവെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. എന്നിരുന്നാലും ആരോഗ്യപരമായിട്ട് ഇടവക്കൂറുകാർക്ക് അത്യാവശ്യം നല്ല വർഷം തന്നെ ആയിരിക്കും 2026 എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇനി നമുക്ക് മിഥുനക്കൂറുകാരുടെ 2026 ആരോഗ്യ ഫലം ഒന്ന് പരിശോധിക്കാം. മിഥുനക്കൂറിൽ വരുന്നത് മകേരത്തിന്റെ 2-ാം പകുതി, തിരുവാതിര, പുണർദത്തിന്റെ 1/4 ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് രാശ്യാധിപനായിട്ടുള്ള ബുധൻ സമ്മിശ്ര ഫലത്തെയാണ് നൽകുന്നത്. വ്യാഴത്തിന്റെ ദൃഷ്ടിയുണ്ട്. വ്യാഴത്തിന്റെ സ്ഥിതി ജൂൺ 2 വരെ ജന്മരാശിയിലുണ്ട്. അത് സമ്മിശ്രമായിട്ടുള്ള ഫലത്തെയാണ് നൽകുന്നത്. എന്നിരുന്നാലും അത് ദോഷം ചെയ്യുകയില്ല എന്ന് തന്നെ പറയണം. 6-ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വയും സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളായിരിക്കും പൊതുവെ മിഥുനക്കൂറുകാർക്ക് ആരോഗ്യപരമായിട്ട് നൽകുക. അതുകൊണ്ട് തന്നെ മിഥുനക്കൂറുകാർ അശ്രദ്ധ ഒഴിവാക്കുന്ന പക്ഷം 2026 ആരോഗ്യപരമായിട്ട് മുന്നേറാൻ സാധിക്കുന്ന വർഷം തന്നെയായിരിക്കും. ഇനി നമുക്ക് കർക്കിടക്കൂറുകാരുടെ 2026 ആരോഗ്യപരമായിട്ടുള്ള അവസ്ഥയൊന്ന് പരിശോധിക്കാം. കർക്കിടക്കൂറിൽ വരുന്നത് പുണർദത്തിന്റെ 1/4 ഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ്. കർക്കിടക്കൂറുകാരെ സംബന്ധിച്ച് രാശ്യാധിപൻ ചന്ദ്രനാണ്. എല്ലായ്പ്പോഴും ആരോഗ്യകാര്യത്തിൽ ഒരു വൃത്തത്തിൽ കടന്ന് കറങ്ങുന്ന അവസ്ഥയും കർക്കിടക്കൂറുകാർക്ക് രൂപപ്പെട്ടേക്കാം. വർഷാരംഭത്തിൽ ജൂൺ 2 വരെ വ്യാഴം 12-ലാണ്. അത് ആരോഗ്യപരമായി ചെലവുകൾ ഉണ്ടാക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കാം. എന്നിരുന്നാലും വ്യാഴം എല്ലായ്പ്പോഴും 12-ൽ നിൽക്കുമ്പോഴും 6-ാം ഭാവത്തിലേക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഭാവാധിപൻ തന്നെ ഭാവത്തിലേക്ക് നോക്കുന്നു. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ദൈവാധീനം ആരോഗ്യകാര്യത്തിൽ കർക്കിടക്കൂറുകാരെ 2026 മുഴുവൻ സമയവും തുണയ്ക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക, അനാവശ്യ ശീലങ്ങൾ ഒഴിവാക്കുക എന്ന് മാത്രം. ഇനി ചിങ്ങക്കൂറുകാരുടെ 2026 ആരോഗ്യപരമായിട്ടുള്ള അവസ്ഥയൊന്ന് പരിശോധിക്കാം. ചിങ്ങക്കൂറിൽ വരുന്നത് മകം, പൂരം, ഉത്രം, കാൽ എന്നീ നക്ഷത്രങ്ങളാണ്. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് സംഖ്യാശാസ്ത്രപരമായിട്ടും ഭാരതീയ ജ്യോതിഷ പ്രകാരവും അനുകൂലമായിട്ടുള്ള ഒരു വർഷമാണ് 2026 എന്നത്. ചിങ്ങക്കൂറുകാർക്ക് 6-ാം ഭാവാധിപൻ ശനിയാണ്. ശനി വർഷാദ്യത്തിൽ അഷ്ടമത്തിലാണ് നിൽക്കുന്നത്. അത് വിപരീത രാജയോഗത്തെ സൃഷ്ടിക്കുന്നതാണ്. ആരോഗ്യപരമായി അത് അത്ര അനുകൂലമല്ല എങ്കിൽ പോലും ജൂൺ 2-ന് ശേഷം വ്യാഴം 12-ലേക്ക് വരുമ്പോഴും ശനിയെയും 6-ാം ഭാവത്തിലേക്കും ഒക്കെ വ്യാഴത്തിന്റെ ദൃഷ്ടി ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ ശ്രദ്ധിക്കുന്ന പക്ഷം ആരോഗ്യകാര്യത്തിൽ വലിയൊരു മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധ കൊടുക്കുക.
തീർച്ചയായിട്ടും അത് ഗുണഫലത്തെ ചെയ്യും. ആരോഗ്യം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളിലും നല്ല നേട്ടങ്ങളും മാറ്റങ്ങളും ഉണ്ടാക്കാൻ ചിങ്ങക്കൂറുകാർക്ക് സാധിക്കുന്ന ഒരു വർഷമാണ് 2026. ഇനി നമുക്ക് കന്നിക്കൂറുകാരുടെ 2026 ആരോഗ്യപരമായിട്ടുള്ള അവസ്ഥയൊന്ന് പരിശോധിക്കാം. കന്നിക്കൂറിൽ വരുന്നത് ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ജന്മരാശിയിലേക്ക് ശനിയുടെ ദൃഷ്ടിയുണ്ട്. അലസതകൾ മൂലം ആരോഗ്യകാര്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ബുധൻ സമ്മിശ്രമായിട്ടുള്ള ഫലത്തെ ആയിരിക്കും വർഷം മുഴുവൻ നൽകുക. കന്നിക്കൂറുകാർക്ക് 6ാം ഭാവാധിപൻ ശനിയാണ്. രോഗാധിപൻ തന്നെ ജന്മരാശിയിലേക്ക് നോക്കുന്നുണ്ട്. എന്നാൽ 6ാം ഭാവത്തിലേക്ക് ജൂൺ 2-ാം തീയതി വരെ വ്യാഴത്തിന്റെ ദൃഷ്ടിയുണ്ട്. അലസതകളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ജൂൺ 2 വരെ ഒരു ദൈവാധീനം ആരോഗ്യകാര്യത്തിലുണ്ട്. എന്നാൽ ജൂൺ 2-ന് ശേഷം വ്യാഴം 11ാം ഭാവത്തിലേക്ക് എത്തുമ്പോൾ ആരോഗ്യകാര്യത്തിൽ വ്യാഴത്തിന്റെ സംരക്ഷണം ഇല്ലാതാകുകയാണ്. അതിനുശേഷമുള്ള കാലങ്ങളിൽ ആരോഗ്യപരമായിട്ട് വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നമുക്ക് തുലാക്കൂറുകാരുടെ 2026 ആരോഗ്യപരമായിട്ടുള്ള അവസ്ഥയൊന്ന് പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്നത് ചിത്തിരയുടെ 2-ാം പകുതി, ചോതി, വിശാഖത്തിന്റെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. തുലാക്കൂറുകാരെ സംബന്ധിച്ച് രാശിയാധിപനായിട്ടുള്ള ശുക്രൻ വർഷം മുഴുവൻ സമ്മിശ്രമായിട്ടുള്ള ഫലത്തെയാണ് നൽകുക. എന്നിരുന്നാലും തുലാം രാശിയിലേക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടിയുണ്ട്. 6ാം ഭാവാധിപൻ എന്നുള്ള നിലയിൽ ഗുണദോഷ സമ്മിശ്രമായിരിക്കും അതിന്റെ ഫലങ്ങൾ. അശ്രദ്ധ കനത്ത വില നൽകേണ്ടി വന്നേക്കാം. 6ാം ഭാവത്തിൽ ശനിയും ഉണ്ട്. വാദസംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ബാധിച്ചേക്കാം. അതുകൊണ്ട് തന്നെ ആരോഗ്യകാര്യത്തിൽ വിട്ടുവീഴ്ചകൾ ഒഴിവാക്കുക. വിശ്രമത്തിന്റെ കാര്യത്തിൽ നല്ല ശ്രദ്ധ ചെലുത്തുക. ആരോഗ്യപരമായിട്ട് ഉപേക്ഷ പാടില്ലാത്ത ഒരു വർഷമാണ് തുലാക്കൂറുകാർക്ക്. തുലാക്കൂറുകാരെ സംബന്ധിച്ച് ആരോഗ്യപരമായിട്ട് വളരെയേറെ മോശമുള്ള വർഷം തന്നെയാണ്. എന്നാൽ മറ്റു കാര്യങ്ങൾക്ക് വളരെ ഗുണമുള്ള വർഷമാണ്. സമ്പത്തിന്റെ പുറകെയും മറ്റും പോയി ആരോഗ്യം നശിപ്പിക്കാതിരിക്കുക, ശ്രദ്ധിക്കുക എന്ന് മാത്രം. ഇനി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ 2026 സാമ്പത്തിക അവസ്ഥയൊന്ന് പരിശോധിക്കാം. വൃശ്ചികക്കൂറിൽ വരുന്നത് വിശാഖത്തിന്റെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ്. വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് രാശിയാധിപനായിട്ടുള്ള ചൊവ്വ വർഷം മുഴുവനും അനുകൂലാവസ്ഥയിലാണ്. എന്നാൽ വർഷത്തിന്റെ ആദ്യ പകുതിയിൽ വ്യാഴം അഷ്ടമത്തിലുണ്ട്. അത് ആരോഗ്യപരമായിട്ട് അല്പം പ്രതിസന്ധികളെ സൃഷ്ടിച്ചേക്കാം. എന്നിരുന്നാലും ചൊവ്വ 6ാം ഭാവാധിപൻ കൂടിയായിട്ടുള്ള ചൊവ്വ അനുകൂല വർഷത്തിലാണ്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുന്ന പക്ഷം ആരോഗ്യപരമായി നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. പൊതുവെ 2026 വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് ആരോഗ്യപരമായിട്ട് ശ്രദ്ധ വയ്ക്കുന്ന പക്ഷം മികച്ച വർഷം തന്നെയായിരിക്കും. ഇനി നമുക്ക് ധനുക്കൂറുകാരുടെ 2026 ആരോഗ്യപരമായിട്ടുള്ള അവസ്ഥയൊന്ന് പരിശോധിക്കാം. ധനുക്കൂറിൽ വരുന്നത് മൂലം, പുരാടം, ഉത്രാടം, കാലി എന്നീ നക്ഷത്രങ്ങളാണ്. ധനുക്കൂറുകാർക്ക് രാശിയാധിപനായിട്ടുള്ള വ്യാഴം വർഷത്തിന്റെ ആദ്യ ഭാഗത്ത്, അതായത് ജൂൺ 2-ാം തീയതി വരെ ജന്മരാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. 6ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ വർഷം മുഴുവൻ സാമാന്യമായിട്ടുള്ള ഫലത്തെ ആയിരിക്കും നൽകുക. 6ാം ഭാവത്തിലേക്ക് ശനിയുടെ ദൃഷ്ടി വർഷം മുഴുവനും ഉണ്ട്. അതുകൊണ്ട് തന്നെ ശ്രദ്ധ കൊടുക്കുക എന്ന് മാത്രം. ശ്രദ്ധ വയ്ക്കുന്ന പക്ഷം ധനുക്കൂറുകാർക്ക് ആരോഗ്യപരമായിട്ട് ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. എന്നിരുന്നാലും ശനിയുടെ ദൃഷ്ടി വാദസംബന്ധമായിട്ടുള്ളതും അലസത മൂലവും ഉണ്ടാകുന്നതായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം. അതൊക്കെ ഒന്ന് കരുതലെടുക്കുക. പൊതുവെ പറഞ്ഞാൽ ശരാശരി വർഷമായിരിക്കും ധനുക്കൂറുകാരെ സംബന്ധിച്ച് 2026 ആരോഗ്യകാര്യത്തിൽ. ഇനി നമുക്ക് മകരം രാശിക്കാരുടെ 2026 ആരോഗ്യപരമായിട്ടുള്ള അവസ്ഥയൊന്ന് പരിശോധിക്കാം. മകരക്കൂറിൽ വരുന്നത് ഉത്രാടത്തിന്റെ മുക്കാൽ ഭാഗം, തിരുവോണം, ഔട്ടത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. മകരക്കൂറുകാരെ സംബന്ധിച്ച് ജന്മരാശിയാധിപനായിട്ടുള്ള ശനി 3ാം ഭാവത്തിലാണ് വർഷം മുഴുവൻ. 6ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നുണ്ട്. അത് സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളെയാണ് നൽകുക. 6ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ വർഷം മുഴുവൻ സമ്മിശ്രമായിട്ടുള്ള ഫലത്തെ നൽകും. മകരക്കൂറുകാരെ സംബന്ധിച്ച് വർഷം മുഴുവനും വലിയ കുഴപ്പമില്ലാത്ത വർഷമായിട്ട് മുന്നോട്ട് പോകാം എന്ന് തന്നെ പറയാം. എന്നിരുന്നാലും അശ്രദ്ധ കൈവിടുക. ശ്രദ്ധ വയ്ക്കുന്ന പക്ഷം നല്ല ആരോഗ്യപരമായിട്ടുള്ള അനുകൂല അവസ്ഥ സൃഷ്ടിച്ചെടുക്കാൻ മകരക്കൂറുകാർക്ക് സാധിക്കും. ഇനി നമുക്ക് കുംഭക്കൂറുകാരുടെ 2026 ആരോഗ്യപരമായിട്ടുള്ള അവസ്ഥയൊന്ന് നോക്കാം. കുംഭക്കൂറുകാർക്ക് രാശിയാധിപനായിട്ടുള്ള ശനി 2ാം ഭാവത്തിലാണ്. എന്നാൽ ജന്മരാശിയിൽ രാഹുവിന്റെ സ്ഥിതി ചില അലർജി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയേക്കാം. ആരോഗ്യകാര്യത്തിലെ വാദസംബന്ധമായിട്ടും ഇൻഫെക്ഷൻ പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് പ്രമേഹം, രക്തസമ്മർദ്ദം എന്നിങ്ങനെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ 2026 കുംഭക്കൂറുകാർ വളരെ ശ്രദ്ധിക്കേണ്ട വർഷമാണ്. എന്നിരുന്നാലും വർഷാരംഭം മുതൽ ജൂൺ 2 വരെ വ്യാഴം ജന്മരാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അത്
എപ്പോഴും ഒരു ദൈവാധീനത്തിന്റെ ഗുണഫലങ്ങൾ അത് നൽകുന്നതാണ്. ആരോഗ്യകാര്യത്തിൽ ഈശ്വരാധീനമുണ്ട് എന്നർത്ഥം. അതുകൊണ്ട് തന്നെ ശ്രദ്ധ വയ്ക്കുന്ന പക്ഷം കുംഭക്കൂറുകാർക്ക് ആരോഗ്യത്തെ മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കുകയും ചെയ്യും. വർഷത്തിന്റെ രണ്ടാം പകുതിക്ക് ശേഷം ജൂൺ 2 മുതൽ വ്യാഴം 6ാം ഭാവത്തിലേക്കാണ് നിൽക്കുക. ആ സമയത്തും ആരോഗ്യകാര്യത്തിൽ വ്യാഴത്തിൻ്റെതായിട്ടുള്ള ഒരു സംരക്ഷണം ഉണ്ടാകും. ജന്മരാശ്യാധിപനായിട്ടുള്ള ശനിയെയും ജന്മരാശിയെയും ശുഭമധ്യസ്ഥിതി മൂലം വ്യാഴം ബലപ്പെടുത്തും. ആരോഗ്യകാര്യത്തിൽ അതുകൊണ്ട് തന്നെ ശ്രദ്ധ ചെലുത്തുന്ന പക്ഷം കുംഭക്കൂറുകാർക്ക് 2026 നല്ല വർഷം തന്നെ ആയിരിക്കും ആരോഗ്യപരമായി എന്ന് പറയണം. ഇനി നമുക്ക് മീനക്കൂറുകാരുടെ 2026 ആരോഗ്യപരമായിട്ടുള്ള അവസ്ഥ ഒന്ന് പരിശോധിക്കാം. മീനക്കൂറിൽ വരുന്നത് പുരുട്ടാതിയുടെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ്. മീനക്കൂറുകാരെ സംബന്ധിച്ച് രാശ്യാധിപനായിട്ടുള്ള വ്യാഴം വർഷം അവസാനം വരെയും അനുകൂലമായിട്ടുള്ള സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. എന്നിരുന്നാലും ജന്മരാശിയിലെ ശനിയുടെ സ്ഥിതി, 12ലെ രാഹുവിന്റെ സ്ഥിതി ആരോഗ്യപരമായിട്ട് അല്പം അസ്വസ്ഥതകൾ സൃഷ്ടിച്ചേക്കാം. വാദസംബന്ധമായിട്ടുള്ള അസുഖങ്ങളോ അലർജി സംബന്ധമായിട്ടോ രക്തസമ്മർദ്ദം മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളോ ഒക്കെ ബാധിച്ചേക്കാം. ശ്രദ്ധ ചെലുത്തുക എന്ന് മാത്രം. വർഷത്തിന്റെ രണ്ടാം പകുതി അഥവാ ജൂൺ 2 മുതൽ വ്യാഴം 5ാം ഭാവത്തിലേക്ക് മാറുകയും ജന്മരാശിയിലേക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടി വരികയും ചെയ്യുമ്പോൾ ഒരു ദൈവാധീനം അവിടെ മീനക്കൂറുകാർക്ക് കൈവരികയാണ്. ആരോഗ്യപരമായി അതുകൊണ്ട് തന്നെ ആ കാലത്ത് നല്ല ശ്രദ്ധ കൊടുക്കുക. അങ്ങനെ വരുന്ന പക്ഷം വർഷത്തിന്റെ ആദ്യത്തെ പകുതിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ പോലും ഇല്ലാതാക്കാനും ആരോഗ്യം നല്ല രീതിയിൽ നിലനിർത്താനും മീനക്കൂറുകാർക്ക് 2026 സാധിക്കുന്നതാണ്. എല്ലാ നക്ഷത്രക്കാർക്കും 2026 ആരോഗ്യപരമായി വളരെയേറെ ഗുണപരമായിട്ടുള്ള ഒരു വർഷമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ഒന്ന് ഓൾ എന്ന് എനേബിൾ ചെയ്തു വെക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല നക്ഷത്ര വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.